everyone, I am Shiju Mariam Jacob. Again, I am back with another video. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഓഗസ്റ്റ് 7 മുതൽ നമ്മുടെ PT-യിൽ ഒരുപാടേറെ ചേഞ്ചസ് വരുന്നുണ്ട് ഇല്ലേ? അത് സ്പീക്കിംഗ് മോഡ്യൂളിൽ പുതിയ ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിക്കോട്ടെ, സ്കോർ ചേഞ്ചസ് ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് മുന്നോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ PT എക്സാമിൽ ഓഗസ്റ്റ് 7 മുതൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാനിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്കോർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഏതൊക്കെ മോഡ്യൂളിൽ നിന്ന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളത് എടുത്ത് മാറ്റുന്നു, അപ്പോൾ ഇങ്ങനെയൊരു ജനറൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ ടൈം കൂടി. നേരത്തെ 2 hours ആയിരുന്നത് ഇപ്പോൾ 2 hours 15 minutes കൂടി എക്സ്ട്രാ വന്നു. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 76 to 84 minutes വരുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് പുതിയതായിട്ട് 2 ക്വസ്റ്റ്യൻസും കൂടി സ്പീക്കിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈറ്റിങ്ങിൻ്റെ 2 ടാസ്കും കൂടെ കൂട്ടുകയാണെങ്കിൽ 9 questions വരും. അതല്ലെന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങിൽ മാത്രം 7 questions വരും. അപ്പം പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട്. ഇപ്പോൾ റീഡിങ്ങിലും ലിസണിങ്ങിലും ആയാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. നേരത്തെ 1 to 2 questions ആയിരുന്നെങ്കിൽ ഇന്നിപ്പം 2 to 3 questions ആയി. അങ്ങനെ ചെറിയ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട്. അത് എനിവേ നമുക്ക് പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ലുക്ക് ഇൻ ടു ദ സ്പീക്കിംഗ് മോഡ്യൂൾ. സോ നിങ്ങൾ സ്പീക്കിങ്ങിലേക്ക് നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ പേഴ്സണൽ ഇൻട്രോ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് റീഡ് അലൗഡ് ക്വസ്റ്റ്യൻസിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും നാളും ഈ ഓഗസ്റ്റ് 7 വരെയും ഈ റീഡ് അലൗഡ് ക്വസ്റ്റ്യനിൽ നമ്മുടെ റീഡിങ്ങും സ്പീക്കിങ്ങുമാണ് അസസ് ചെയ്യുന്നത്. പക്ഷേ ഓഗസ്റ്റ് 7 മുതൽ ഇറ്റ് വോണ്ട് അസസ് യുവർ റീഡിംഗ് സ്കിൽ ഇൻസ്റ്റഡ് സ്പീക്കിംഗ് അലോൺ. അതാണ് നമുക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് റിപ്പീറ്റ് സെൻറ്റൻസിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഡിസ്ക്രൈബ് ഇമേജിൽ ചേഞ്ചസ് വരുന്നില്ല. പക്ഷേ ഡിസ്ക്രൈബ് ഇമേജിൽ ചേഞ്ച് വരുന്നത് ക്വസ്റ്റ്യൻ ടൈപ്സിലാണ്, ക്വസ്റ്റ്യൻ നമ്പേഴ്സിലാണ്. എന്ന് വെച്ചാൽ നേരത്തെ ഒരു 4 to 5 questions ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 5 to 6 questions എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടുന്നു, ഒരു പടി കൂടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും റീറ്റെൽ ലെക്ചർ എനിവേ ഇറ്റ് ഇസ് ദ സെയിം. അപ്പം റീറ്റെൽ ലെക്ചറിലും ഒരു പടി ഒന്ന് കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ 1 to 2 questions ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 to 3 questions ആയി. അതൊക്കെ സ്ലൈറ്റ് വേരിയേഷൻസ് ആണ്. പക്ഷെ മെയിനായിട്ട് നമുക്കിതിനകത്ത് വരുന്നത് 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ ടൈപ്സ് ആഡ് ആയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ നേരത്തെ ഈ PT കോറിനകത്ത് കേട്ടിട്ടുണ്ടാകും, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. സോ ദ സെയിം ക്വസ്റ്റ്യൻ ഹാസ് ബീൻ ആഡഡ് ടു ദിസ് സ്പീക്കിംഗ് മോഡ്യൂൾ. ഒന്ന് റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും 2 സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനുമാണ്. സോ ഹിയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഹിയർ ഇറ്റ് അസസസ് യുവർ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഇനി എത്ര സമയമുണ്ട് നമുക്ക്? പ്രിപ്പറേഷൻ ടൈം 10 seconds ഉള്ളൂ. അത് രണ്ടിലും നമുക്ക് 10 seconds ഉള്ളൂ. മാത്രവുമല്ല സമ്മറൈസ് GDയിലാണെങ്കിൽ 2 minutes യു നീഡ് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക് ആൻഡ് ഫോർ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ഫോർ ഓൾമോസ്റ്റ് 40 seconds. അപ്പോൾ ഈ 2 minute സംസാരിക്കാനുള്ളത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ കുറച്ചൊരു ലെങ്തി ടയർസം ടാസ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ അപ്ഡേറ്റഡ് മോക്ക് ടെസ്റ്റ് വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നമ്മുടെ സ്പീക്കിങ്ങിൽ ഇപ്പോൾ ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും സമ്മറൈസ് GD ഒക്കെ ഒരു 2 to 3 questions വെച്ച് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു ഇച്ചിരി ടയർസമാകാനുള്ള സാധ്യതയുണ്ട്. സോ പ്രാക്ടീസ് വെൽ. ഇനി നമുക്കവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 2 to 3 ആണ് വരുന്നത് 2 questions. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് മോഡ്യൂൾ, നേരത്തെ നമുക്ക് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് 2 to 3 എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഓപ്ഷൻ. പക്ഷേ ഇപ്പോൾ ആ ഓപ്ഷൻ മാറ്റിയിട്ടിട്ട് സ്പെസിഫിക് നൗ. നമുക്കിപ്പം 2 question മാത്രമേ ചോദിക്കുള്ളൂ. മാത്രവുമല്ല എസ്സേയിൽ 1 to 2 എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എസ്സേ ഇറ്റ് ക്യാൻ ബി 1 or 2 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരെ റീഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഈ ഒരു ചേഞ്ച്. നേരത്തെ നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ from August 7th onwards it won't be reading and writing fill in the blanks, it will be just reading fill in the blanks question. Okay, and we will have 2 fill in the blanks, one is drop down and another one is drag and drop. പിന്നെ നമുക്കൊരു ചേഞ്ച് വരുന്നത്, ബാക്കിയെല്ലാം സെയിം ആണ്, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് അടുത്ത ചേഞ്ച് വരുന്നതായിട്ടുള്ളത്
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് അത് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആയാലും സിംഗിൾ ആൻസേഴ്സ് ആയാലും 1 to 2 എന്നുള്ളത് 2 to 3 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അതല്ലാണ്ട് നമുക്കിവിടെ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എടുത്ത് മാറ്റിയപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ നമുക്ക് ഇനി തൊട്ട് റൈറ്റിംഗ് അസസ്മെൻ്റ് ഇല്ല, പകരം റീഡിംഗ് അസസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി മെയിനായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഈ ചേഞ്ച് എല്ലാ ടെസ്റ്റ് ബാധകമാണോ? ദാറ്റ് മീൻസ് പി ടി, അക്കാഡമിക് പി ടി, കോർ പി ടി, UKVI. അപ്പോൾ ഓർക്കുക, ഈ ചേഞ്ച് ബാധകമായിട്ടുള്ളത് പി ടി അക്കാഡമിക്കിനും പി ടി UKVIക്കും മാത്രമാണ്. പി ടി കോറിനും പി ടി ഹോമിനും ഈ ഒരു ചേഞ്ച് ബാധകമല്ല. സോ പി ടി കോർ സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ബി ബോതേർഡ് അബൌട്ട് ദീസ് ചേഞ്ചസ്. അവരുടെ സ്കോറിങ്ങും പിന്നെ ടെസ്റ്റ് ടൈപ്സും എല്ലാം ഇപ്പോഴും സെയിം തന്നെയാണ്. ഇനി വെൻ ഇറ്റ് കംസ് ടു ലിസണിങ്, അപ്പോൾ ഇനി ലിസണിങ്ങിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പരോക്ഷമായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന ചേഞ്ചസ് ഒക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇതിൽ സ്കോറിംഗ് ക്രൈറ്റീരിയയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയാൽ മതി, സമ്മറൈസ് റിട്ടൺ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. So since November 2024, human assessment has been introduced in 2 question types, especially in the speaking module, describe, image and retell lecture. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 7 ക്വസ്റ്റ്യൻ ടൈപ്സിലേക്ക് ഹ്യൂമൻ അസസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് 1 for describe image, retell lecture, then summarize written text essay, then summarize spoken text, പിന്നെ ന്യൂ ക്വസ്റ്റ്യൻ ടൈപ്സ് summarize GD and then respond to a situation. അപ്പോൾ ഇതിലേക്കെല്ലാം ഹ്യൂമൻ അസസ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഹിയർ കോണ്ടന്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഓൾ ദീസ് ടാസ്ക് ടൈപ്സ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, നേരത്തെ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിന് കോണ്ടന്റിന് 2 മാർക്സ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് 4 മാർക്സ് ആയിരിക്കുന്നു. ഇറ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം August 7th onwards. ബാക്കിയെല്ലാം റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടൈപ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. നേരത്തെ 1 to 2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 to 3 ക്വസ്റ്റ്യൻസ് ആയി. ആ ഒരു ചേഞ്ച് മാത്രമേ നമുക്ക് പരോക്ഷമായിട്ട് വരുന്നുള്ളൂ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് വരുന്നത് സ്കോറിംഗ് ഓവർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ചേഞ്ചസ് ഞാൻ ജസ്റ്റ് ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയുള്ളത് നമുക്ക് സ്കോറിംഗ് ആണ്. സോ ഐ ഹാവ് ഓൾറെഡി സെഡ് ഹ്യൂമൻ അസസ്മെൻറ്റ് സ്കോറിംഗ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ് ഫോർ ദ റിമൈനിങ് മോഡ്യൂൾസ് വെയർ റൈറ്റിംഗ് ഇസ് ബീങ് അസസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, റൈറ്റിംഗ് ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കോണ്ടൻറ്റിനായിരിക്കും. അതിപ്പോൾ ബാക്കിയുള്ളത്, അത് സ്പെല്ലിംഗ് ആയാലും ഗ്രാമർ ആയാലും ബാക്കിയുള്ളതൊക്കെ AI അസസ്മെൻറ്റ്. കാരണം ഇത് ഹ്യൂമൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഡബിൾ ചെക്കാണ്, ഡബിൾ സ്കോറിംഗ് ആണ്, അല്ലെങ്കിൽ ഡബിൾ ഇവാലുവേഷൻ ആണ്. അപ്പോൾ ആദ്യം AI അസസ്മെൻറ്റ് ഉണ്ടാകും, പക്ഷേ രണ്ടാമതായിട്ടാണ് ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നത്. അത് മേജർലി ഫോക്കസിങ് ഓൺ ഏതിലോട്ടായിരിക്കും നോക്കുന്നത്? കോണ്ടൻറ്റ് പാർട്ട്. അപ്പോൾ സോ ഹിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ടാസ്ക് ടൈപ്സിലാണ് ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 7 ക്വസ്റ്റ്യൻ ടൈപ്സ്. ഇനി എന്തുകൊണ്ട് നമുക്കവിടെ ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ നോക്കുക നമ്മൾ, സോ ദീസ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഇൻക്ലൂഡ് എ ഹ്യൂമൻ എക്സ്പെർട്ട് റിവ്യൂ ഓഫ് ദി കോണ്ടന്റ് ബിഫോർ ദ ഫൈനൽ സ്കോർ ഫോർ ദ ടാസ്ക് ഈസ് ഫൈനലൈസ്ഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ ചെക്കാണ്. ആദ്യം AI അസസ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ സ്കോർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നെയാണ് ഒരു ഹ്യൂമൻ സ്കോറിങ് അല്ലെങ്കിൽ ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നത്. ഇത് മാത്രമല്ല, ഇതിലൊരു എക്സെപ്ഷണൽ കേസ് കൂടിയുണ്ട്. റൈറ്റ് എസ്സേ ഓൾസോ ഇൻക്ലൂഡ്സ് ആൻ എക്സ്പെർട്ട് റിവ്യൂ ഫോർ ഡെവലപ്മെൻറ്റ്, സ്ട്രക്ചർ ആൻഡ് കൊഹിയറൻസ് ആൻഡ് ജനറൽ ലിംഗ്വിസ്റ്റിക് റേഞ്ച്. ഞാനപ്പോൾ കോണ്ടൻറ്റും മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ നിങ്ങൾ ഓർക്കുക നമ്മുടെ റൈറ്റ് എസ്സേ വരുമ്പോഴത്തേക്കും ഡെവലപ്മെൻറ്റ്, സ്ട്രക്ചർ ആൻഡ് കൊഹിയറൻസിലും ജനറൽ ലിംഗ്വിസ്റ്റിക് റേഞ്ചിലും ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം അതും നിങ്ങൾ ഓർക്കുക, കോണ്ടൻറ്റ് മാത്രമല്ല റൈറ്റ് എസ്സേയിൽ. ഇനി എന്തുകൊണ്ട്, ഏതൊക്കെ കോണ്ടെക്സ്റ്റുകളിലാണ് ഹ്യൂമൻ അസസ്മെൻറ്റ് വരുന്നത്? 1 is സ്കോറിങ് ഓഫ് അനോമലൈസ്. നമ്മൾ AI നോക്കിയിട്ട് അൺയൂഷ്വൽ റെസ്പോൺസസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹ്യൂമൻ അസസ്മെൻറ്റ് വിൽ ബി പ്രിഫേർഡ്. രണ്ടാമതായിട്ട് അഡീഷണൽ സ്കോറിങ് ഓഫ് സം ക്വസ്റ്റ്യൻ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്ക്രൈബ് ഇമേജ്, റീറ്റൽ ലെക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കോണ്ടൻറ്റിന് ഹ്യൂമൻ ചെക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിലാണ് നമുക്ക് ഹ്യൂമൻ അസസ്മെൻറ്റ് വരിക. ഇനി ഞാൻ സ്കോർ അപ്ഗ്രഡേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PT സ്കോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് തന്നെയാണ് നമ്മുടെ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കോണ്ടൻറ്റിൽ അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മുടെ സ്കോർ വേരിയേഷൻ വരുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൻ യു ലുക്ക് അറ്റ് റീഡ് അലൗഡ് ക്രൈറ്റീരിയ, there is no change at all. Repeat sentence, no change, but when it comes to describe image, content score has been increased. നേരത്തെ 5 ആയിരുന്നിടത്ത് ഇപ്പോൾ 6 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ now you have to give importance to describe image content as well. ബാക്കിയെല്ലാം oral fluency and pronunciation score remains the same. And when it comes to retell lecture, same thing. നേരത്തെ 5 ആയിരുന്നത് കോണ്ടൻറ്റ് സ്കോർ, now it becomes 6.
പിന്നെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ എനിവേ യു നോ ദാറ്റ് വൊക്കാബുലറി 1 മാർക്ക് വി ഹാവ്. ഇനി പിന്നെയുള്ള നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് സമ്മറൈസ് ജി ഡി ആൻഡ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. ഇതിൽ രണ്ടിലും നമ്മുടെ ഓറൽ ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷൻ സ്കോർ ആർ ദ സെയിം. എങ്ങനെയായിരിക്കും? 5 തന്നെ ആയിരിക്കും. ഓറൽ ഫ്ലുവൻസി 5, പ്രൊനൗൺസിയേഷൻ 5, ബട്ട് കോണ്ടന്റിന് 6 ആണ്. ഇനി നമുക്ക് വരുന്നത് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആണ്. സോ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് യു നോ ദാറ്റ് നമുക്കിവിടെ കോണ്ടന്റിന് നേരത്തെ 2 ആയിരുന്നത് ഇപ്പോൾ 4 ആയി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ റിമൈനിങ് ചേഞ്ചസ് ആർ there in the essay part, otherwise there is no change. essay ൽ നിങ്ങൾ വരുമ്പോൾ നേരത്തെ content 3 ആയിരുന്നു, ഇപ്പോൾ 6 ആയി. ഡെവലപ്മെൻറ്റ് സ്ട്രക്ചർ ആൻഡ് കൊഹിയറൻസ് നേരത്തെ 2 ആയിരുന്നത് ഇപ്പോൾ 6 ആയി. ജനറൽ ലിംഗ്വിസ്റ്റിക് റേഞ്ചും 2 ആയിരുന്നത് ഇപ്പോൾ 6 ആയി. നമുക്ക് മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനറൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പി ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദെൻ വി ലുക്ക് ഇൻ ടു ദി പ്രാക്ടീസ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ ടൈപ്സ്, എസ്പെഷ്യലി ന്യൂ വൺസ്. ഇനി ഈ റീസെൻ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. ദേ ഹാവ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദ സ്കൂൾസ്, എസ്പെഷ്യലി ഫോർ മൈഗ്രേഷൻ സ്റ്റുഡൻസ്. ഫോർ അക്കാഡമിക് സ്റ്റുഡൻസ് എനിവേ ദേ നോ ദാറ്റ് മിനിമം 65 ദേ നീഡ് ടു ഗെറ്റ് ഫോർ ഗെറ്റിംഗ് അഡ്മിഷൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ്. പക്ഷേ മൈഗ്രേഷൻ സ്റ്റുഡൻസിന് നേരത്തെ 76+ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ കുറച്ചൊന്ന് കയറ്റി പിടിച്ചിട്ടുണ്ട്, 79+ ആണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാനൊരു സ്കോർ ഷീറ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ കമ്പാരിസൺ ബിറ്റ്വീൻ IELTS ആൻഡ് PT academic, ബട്ട് സ്റ്റിൽ you can see if you need to attain 76+ or 79+, how much you need to get in every module. So നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് 79+ ആണ് കിട്ടേണ്ടതെങ്കിൽ you can see here 79 to 85. So നിങ്ങൾക്ക് PT listeningൽ 69 above വേണം, in between 69 and 74. Then reading 70 and 74. When it comes to speaking, you have to get 88, 89, and then PT writing 85, 89. So നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും, speaking and writing are considered to be the most important modules here, and reading and listening comes later. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 79+ വേണമെങ്കിൽ എത്ര വേണം. ഇനിയിപ്പോൾ 65+ ആണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ, so between 63 and 70 you can see you need to get 58, 63 in listening, 59, 64 in listening, then 76 to 82 in speaking, and then 69 to 76 in writing. അപ്പോൾ ഈ ഒരു സ്കോർ ഷീറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം സ്കോറിങ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വെറുതെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഓടിച്ച് നോക്കുക. Just go through the scorecard or score chart so that you will get an idea about scoring in each module, how much you need to get. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് ഒരു ടെൻറ്റേറ്റീവ് സ്കോർ നിങ്ങൾക്ക് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്കോർ അപ്ഗ്രഡേഷനെ കുറിച്ച് അല്ലെങ്കിൽ PTയുടെ സ്കോർ ചേഞ്ചസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. Until that, see you, bye, take care, thank you.